അപ്പോൾ ഇന്ന് നമ്മൾ ഉള്ളത് മലപ്പുറത്താണ്. രാവിലെ തന്നെ നമ്മൾ നേരെ പോകാൻ പോകുന്നത് നിലമ്പൂർക്കാണ് കേട്ടോ. കുറച്ച് പർച്ചേസിങ്ങും ഒരു ഷോപ്പൊന്ന് നോക്കാനും അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ജിനുവിനെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അവൻ വണ്ടി എടുത്ത് വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പെൺപടകളുമായി നമ്മൾ ഈ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് കൊച്ചച്ഛന് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡച്ചിൽ കയറി ഡ്രസ്സ് എടുക്കുകയാണ്. അവർ ഡ്രസ്സ് എടുക്കട്ടെ, അപ്പം നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് റൊമാൻറ്റിക് മൂമെൻറ്റ്സ് ഒക്കെ കൈമാറാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. റൊമാൻറ്റിക് ആവുന്നുണ്ടോ, വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ നേരെ പോയത് തെക്ക് മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു തെക്ക് മ്യൂസിയം ഒന്ന് കാണുന്നത്. കാരണം എപ്പോഴും ജിനു വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിലമ്പൂർ തെക്ക് മ്യൂസിയം ഉണ്ട്, നീ പോയി കാണണം എന്ന്. അപ്പോൾ പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ അവിടെ എത്തി അതിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്കും തോന്നി പിന്നീട്. കാരണം കുറേയൊക്കെ നേച്ചർ, കുറേയൊക്കെ വണ്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാൻമെയ്ഡ് ആയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് പോയി ഈ വീഡിയോസിൽ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ഏതൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ വൺസ് നിങ്ങൾക്കൊരു അവസരം കിട്ടും, ഉറപ്പായിട്ടും പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഇത് തേക്കല്ലേ? അല്ല ജാൻ സോ ബ്യൂട്ടിഫുൾ. ഞാൻ എടുത്തായിരുന്നു. ഇതൊക്കെ എടുത്തുമ്പോൾ ചുമ്മാ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം കണ്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോയി ഇനി സൂമി കണ്ടോ. ഇത്രയും വലുതോ? ഇത് മണ്ണോന്നുണ്ടാക്കിയാൽ തോന്നിട്ട്. അപ്പം ഞാനിങ്ങനെ ഈ വീഡിയോ എടുത്തോണ്ട് നടക്കുമ്പോൾ അവിടെ ഭയങ്കര ഡിസ്കഷൻ കേൾക്കുന്നു. അപ്പം ഞാൻ എന്താ ഡിസ്കഷൻ അറിയാനായിട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേ ഇതെന്താ ഇത്ര വലുത്, ഇത്രയും വലിയ തേക്ക് സീഡോ എന്നുള്ള ഡിസ്കഷനാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അതുപോലെ തന്നെ തേക്കും കാട്ടിലുണ്ടായിരുന്ന ടൈപ്പ് ഓഫ് ഫ്ലൈസ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൈസ് ഉണ്ട് കേട്ടോ അവിടെ. പറഞ്ഞ പോലെ സോ ഇങ്ങനെയുള്ള പല ഐറ്റംസും തേക്ക് വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതും കൊണ്ട് തേക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇതൊക്കെ അവിടെ ചെന്ന് ഈ ഊഞ്ഞാല്, ഓ മൈ ഗോഡ്, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ സംഭവം. ഞാൻ അപ്പം തന്നെ ജിനുവിനോട് പറയുകയും ചെയ്തു, ജിനു വി നീഡ് സംതിങ് ലൈക്ക് ദിസ്. അതേപോലെ ഇതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ട് നമുക്ക് തന്നെ ഭയങ്കര ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ് അങ്ങനെ തോന്നും കേട്ടോ. അതേപോലെ ഈ സംഭവമൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തേക്കിനും സ്പെഷ്യാലിറ്റീസ്, അതിനെന്തെങ്കിലുമൊക്കെ എന്താ പറയുക അസുഖമൊക്കെ വരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് അവിടെ ഉണ്ട്. ലൈക്ക് ഒരു തേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ ഒരു ട്രീ എന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ അതിന് ഇത്രയും വേരിയൻസ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊന്നൊക്കെ സത്യമായിട്ടും പറയാമല്ലോ. എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എന്തായാലും ആ ഒരു പോയി അവിടെ വിസിറ്റ് ചെയ്തതിൽ ഒരിക്കലും നഷ്ടം ഉണ്ടായില്ല. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. മതി. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ട് നേരെ ഇറങ്ങിയത് ഗാർഡനിലോട്ടാണ് കേട്ടോ പോയത്. ഇവിടെ ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ലാൽബാഗിൻ്റെ വീഡിയോ. ഞാൻ ഈ ഇതിനകത്തും അത് പറയുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ലാൽബാഗ് പോയൊരു ഫീലൊക്കെ, ബാംഗ്ലൂർ വരെ പോയി ലാൽബാഗ് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്നൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു മിനിയേച്ചർ ഓഫ് ലാൽബാഗൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ ഒരു ആനക്കുട്ടീനെ അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ അവിടെ കുറച്ച് ഡക്സ് കാര്യങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ലൈക്ക് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ നേച്ചറിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൺസ് ടൈം കിട്ടി എന്തായാലും പോയി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല.